ഇവിടെ ഇവിടെ ഈ ഇവിടെ ഒരു സമന്വയ സാംസ്കാരിക സമിതിയുണ്ട്. അവര് കാണാൻ വേണ്ടി വന്നതാണ്. നിരുത്സാഹപ്പെടുത്തുന്നില്ല അല്ലേ? നമ്മൾ സ്വീകരണത്തെക്കാളും ഞങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് അതായത് മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ഒരുത്തിനെ ആട്ടി ഓടിച്ചാൽ ഈ പൊന്നാടേക്കാളും വിലയാ കേട്ടോ. എന്തായാലും പൊന്നാടയ്ക്ക് താങ്ക് യു. ഇത് ഗാന്ധിജിയുടെ ഉപഹാരമായി, ഗാന്ധിജിയുടെ ആത്മകഥ. വളരെ സന്തോഷം. ജഹാംഗീർ. അവിടെ ഗാന്ധി സ്മാരകമുണ്ട്. ചടയമംഗലത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, ചരിത്ര സ്മാരകമാണ്. എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ഈ 24 ഏറ്റെടുത്തിരുന്ന മഹത്തായ പരിപാടിയിൽ ഞങ്ങളുടെ എല്ലാം പരിപൂർണ്ണ പിന്തുണയുണ്ട്. നമ്മുടെ വീട്ടിന്റെ വാതിൽ എത്തി നിൽക്കുകയാണ് ഈ അപകടം. അതെ, സ്കൂൾ വരാന്തയിലുണ്ട്. അതെ, സ്കൂൾ വരാന്തയിലുണ്ട്. ചെറുതൊന്നോ വലുതൊന്നോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അപകടപരമായി പോവാണ്. അപ്പൊ നമുക്ക് പാട്ടും കഥയും അക്ഷരങ്ങളും ലഹരിയാക്കി മാറ്റുന്ന വലിയ നമ്മുടെ സ്കൂളിന്റെ അവസ്ഥ എന്താണ് സാറേ? അവിടെ പഠിക്കാൻ LP UP സ്കൂളാണ്. 12 വയസ്സുള്ള അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ അറിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ നിലമേലൊക്കെ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നത്. കൃഷ്ണമണി പോലെ നോക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളില്ല. എപ്പോഴും കണ്ണു വേണം. തീർച്ചയായിട്ടും. കാരണം എന്താ, നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്. അതെ അതെ, അവരെ വിട്ടുകളയത്. എക്സൈസ് കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം, റിട്ടയർ ചെയ്തത്. കമ്മീഷണർ ആയിരുന്നു, റിട്ടയർ ചെയ്തത്. അപ്പൊ കമ്മീഷണറുടെ മുൻ കമ്മീഷണർ അങ്ങനെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞാൽ നമുക്ക്. അതായത് ഈ മയക്കുമരുന്നുകൾക്കെതിരായിട്ടുള്ള പ്രചരണം നമ്മൾ കാര്യമായി നടത്തുന്നുണ്ട്. എന്നാൽ തന്നെയും ഇതിന്റെ നിഗൂഢതകൾ കണ്ടുപിടിക്കുന്നതിൽ നമുക്കിപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്. നിഗൂഢതകൾ ഉറവിടം തരണം. അതെ അതെ. കെ രാധാകൃഷ്ണപിള്ള. ഉദാഹരണം, പിന്നെ ഈ പ്രധാനമായും 2 മാർഗങ്ങളായി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. ഒന്ന്, എല്ലാ സാംസ്കാരിക സമിതികളും കാര്യമായ ബോധവൽക്കരണം നടത്തുകയും അതോടൊപ്പം തന്നെ കർശനമായ നിയമങ്ങളിലൂടെ ഇത്തരം കേസുകൾ വളരെ പെട്ടെന്ന് ശിക്ഷിക്കപ്പെടുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുകയും ചെയ്യണം. അതാണ് ഇതിൽ ഏറ്റവും അടിയന്തരമായിട്ടുള്ളത്. ഒരു കേസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ സമയപരിധിക്കുള്ളിൽ ആ കേസുകൾക്ക് ശിക്ഷ കൊടുക്കണം. 10-30 വർഷം കഴിഞ്ഞിട്ട് ഈ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു പാടില്ല. ഓക്കെ, താങ്ക് യു. അങ്ങ് പറഞ്ഞ കൃത്യമായ കാര്യമാണ്. അത് ആൾക്കാരിൽ എത്തിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ റോഡുകളിലൊക്കെ ഒരുപാട് പേര് നമ്മളിങ്ങനെ കാത്തിക്കുന്നുണ്ട്. ഹായ്. ഓക്കെ, ആഷ്മി PPMസിന്റെ ഹായ്. ഓക്കെ, അപ്പൊ നമുക്കിനി ചെറിയ ഷോർട്ട് ഫിലിമിന്റെ പരിപാടി ഗാന്ധി സ്ക്വയർ അല്ലേ? ഓക്കെ, ഗാന്ധി സ്ക്വയർ. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഇതാണ് ഗാന്ധി സ്ക്വയർ ആണ്. അതെ, വയലിക്കട. ഇവിടെ നമ്മള് സ്റ്റോർ ചെയ്താ വയലക്കട കുട്ടമ്പിള്ള ഒരു സ്റ്റോർ ചെയ്തു. 70 വർഷത്തെ ചരിത്രമാണ് ഗാന്ധി പ്രതിമയ്ക്ക്. അത്രയും ചടയമംഗലം ജടായമംഗലമായിട്ട് അത്ര ചരിത്രപരമായ ചരിത്രമുള്ള സ്ഥലമാണ്. സാറിനെ പോലുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഞങ്ങളുടെ ഗ്രാമത്തിലെത്തുകയും ജടായമംഗലത്ത് വന്ന് ഇതിന് പൂർണ്ണമായ പിന്തുണ ജടായമംഗലത്തെ മുഴുവൻ ജനങ്ങളുടെയും സാറിന് തരുന്നു. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യും, ചടയമംഗലത്തും പരിസര പ്രദേശങ്ങളിലും സ്കൂളുകളിൽ ഒരു കാരണവശാലും മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഇവിടെ ഒരു പ്രതിജ്ഞ എടുക്കും സാർ. 100% ഞങ്ങൾ പ്രതിജ്ഞ എടുക്കും സാർ. പുതിയ തലമുറ ഞങ്ങളോടൊപ്പം, പുതിയ കരുത്താണ് പുതിയ തലമുറ. നശിപ്പിക്കരുത്. സാറിന്റെ ഈ ഒരു തീരുമാനം നമ്മുടെ സമ്പത്ത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി. സാറിന്റെ ഈ തീരുമാനം ഒരു മാതൃകയാണ് സാർ. രാജ്യത്ത് മൊത്തം മാതൃകയാണ് സാറിനെ പോലുള്ള ഈ ഒരു ദൗത്യം. മാത്രമല്ല, നമ്മുടെ ടീം മൊത്തം ഉണ്ട്. നമ്മുടെ 65-70 പേര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മോട് ഇതുവരെ സംസാരിക്കാത്ത ഒരു വീട്ടമ്മയെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. നമ്മൾ സംസാരിക്കാത്ത ടീച്ചറെ എത്ര കാലം പഠിപ്പിച്ചു? ഞാൻ 28 വർഷം സ്കൂളിലെ ജോലി ചെയ്ത ഗവൺമെന്റ് HS തട്ടത്തുമല. സമ്മാനം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ സാർ, നമ്മുടെ സാറ് പറഞ്ഞ കണക്ക് നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ മക്കൾ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. അവരാണ് നാളത്തെ തലമുറ. ഈ നാടിനെ നയിക്കേണ്ടവരവരാണ്. നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയ നമ്മുടെ മക്കളാണ് ഇന്ന് നമ്മുടെ നാട്ടിന് ആപത്തായിട്ട് വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. ഈ സാഹചര്യത്തിന് ഒരു അറുതി വരുത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നോ ഡ്രഗ്സ് നോ വയലൻസ് എന്ന ഒരു മെസ്സേജ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഞാൻ എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ടീച്ചറെ ഒരു ചോദ്യം, ടീച്ചർ എവിടെ താമസിക്കുന്നത് ഇപ്പോ? ഞാൻ ഈ ചടയമംഗലം പോലീസ് പോലീസിനടുത്ത് താമസിക്കുന്നത്. എന്റെ ടീച്ചറെ താമസിക്കാൻ ഇതിലും സൗകര്യം ഒരു സ്ഥലമില്ല. കാര്യം ഇത്ര സുരക്ഷ അവർ നൽകുമല്ലോ. നമ്മുടെ വീട് അവർ നോക്കിക്കോളൂ. നമ്മളെ എവിടെ പോ. ടീച്ചറെ ഒരു കാര്യം, ടീച്ചറിന്റെ തൊട്ടയിൽ താമസിക്കുന്ന ആരാ? ഞങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ തന്നെയാണ്. ബന്ധുക്കൾ തന്നെ. ആ ബന്ധുക്കളിലെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ബന്ധുവിന്റെ അവർക്ക് 2 മക്കളല്ലേ ഉള്ളത്? ആ രണ്ടാമത്തെ മകന്റെ പേരെന്താ? രണ്ടാമത്തെ മകന്റെ പേര് ഗോപാൽ. ടീച്ചർക്ക് അയലത്തുള്ള ആളാണ്. ടീച്ചറിനൊരു ഗിഫ്റ്റ്. കാര്യം നിങ്ങൾ ഇത് വിചാരിക്കും നിസ്സാരമാണെന്ന്. അയലത്തുള്ള ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോ മിണ്ടാറില്ല.
അവൻ എന്റെ വാഴ വെട്ടിയവനാ എന്ന് പറയുന്ന കാലത്ത് ടീച്ചറിന് തൊട്ടയൽ താമസിച്ചാണ്. നാട്ടിൽ ഇപ്പം മക്കള് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ഒരിക്കലും അയൽവാസികളെ വെറുപ്പിക്കരുത്. അയൽവാസികളെ നമുക്ക് ആവശ്യം വരും. നമ്മൾ കോവിഡ് കാലത്ത് അടച്ചിട്ട വാതിൽ ഉടനെ തുറക്കണം. ടീച്ചറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. അയൽവാസിയെ തിരിച്ചറിഞ്ഞതിന് കാശ്മീർ കൊടുക്കാൻ. ഓ, സംഘടിപ്പിച്ച സമന്വയയുടെ ഭാരവാഹി കൂടിയാണ് വളരെ സന്തോഷം ടീച്ചർ. ടീച്ചറെ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ടീച്ചറെ നമ്മൾ അംഗീകയാണ്. ടീച്ചർ ഇതൊരിക്കലും നമ്മൾ മറക്കില്ല. ഓക്കെ, ഒരു കാര്യമല്ല വിജയ, മിക്കവാറും ആഷ്മിയമ്മ കലക്ഷൻ എടുത്തേണ്ടി വരും. ഇവിടെ ഉണ്ടല്ലോ വിജയ. ഓക്കെ ഓക്കെ.